അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക അഷ്ഹദു അന്ന മിതുമു യാ റസൂലു ദിൻക. അവനെ അത്ര നിസ്സാരനായി കാണരുത്. ഒരു SI വിചാരിച്ചാലൊന്നും അവനെ പിടിക്കാൻ പറ്റില്ല. ഈ SI വിചാരിച്ച എന്ത് നടക്കുമെന്ന് ഞാൻ കാണിച്ചുതരാം. നമ്മൾ മുമ്പൊക്കെ അന്ധവിശ്വാസം കുറെ വിശ്വസിച്ചിരുന്നവരാണ്. ഈ വിശ്വാസമൊക്കെ അന്ധവിശ്വാസമാണെന്ന് തോന്നുന്നുണ്ടോ? ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളല്ല കേട്ടാ, നമ്മളിവരുണ്ടാ ഫ്രീ അല്ലെ. ഈ വിശ്വാസം എന്ന് പറയുന്നത് ബേസിക്കലി അന്ധമാണ്. അപ്പൊ എന്താണ് യാഥാർത്ഥ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് വിശ്വസിക്കുന്നത് അവസാനിപ്പിക്കുമ്പോഴും നിലനിൽക്കുന്നത് എന്തോ അതാണ് യാഥാർത്ഥ്യം. സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. സാറ് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ദൈവമില്ല, ശരി, അതെ. ഈ ദൈവം ഉണ്ടെന്ന് പറയുന്നതിന് തെളിവില്ല, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു. പ്രേതം ഉണ്ട് എന്ന് പറയുന്നതിന് തെളിവില്ല, നമ്മളൊക്കെ അനുഭവിക്കുന്നു. പക്ഷെ നമ്മൾ വലിച്ചു കയറ്റുന്ന ഓക്സിജൻ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത് ഉണ്ടോന്ന് സാറിന് അറിയോ? പക്ഷെ നമ്മൾ വലിച്ചു കയറ്റുന്ന ഓക്സിജൻ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അത് ഉണ്ടോന്ന് സാറിന് അറിയോ? അതിന് സാർ വിശ്വസിക്കുന്നില്ലേ? അയ്യോ മേഡം ഭയങ്കര തമാശക്കാരിയാണല്ലോ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ഇത്രയും നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്ന ആ ഒരു സംസാരത്തിന്റെ ടെമ്പോ ഒരുപാട് താക്കുന്ന ഒരു ചോദ്യമാണ്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ആക്ച്വലി ഇറ്റ് ക്യാൻ ബി നോർമലി അത് ഗ്യാഷ്യസ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. ഓക്സിജന്റെ ഒരു കമ്പ് വെച്ച് ഞാൻ ആമനക്ക് ഒരു അടി തന്നു കഴിഞ്ഞാൽ ആമന ഒരു വർഷം മരിച്ചു പോകും. കാരണം ഓക്സിജൻ ഒരു പർട്ടിക്കുലർ ഒരു 200 above ഡിഗ്രി സെന്റിഗ്രേഡിൽ തണുപ്പിച്ചു കഴിഞ്ഞാൽ അത് സോളിഡ് സ്റ്റേറ്റിലേക്ക് പോകും. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പിന്നെ ലിക്വിഡ് സ്റ്റേറ്റ് ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, ഇതിപ്പോ ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഈ ഗേഷ്യസ് സ്റ്റേറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണാൻ കഴിയാത്തത്. വിട്ടില്ലേ, ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം, നമുക്ക് വേറെല്ലാം പറയാം. ഐസ്, നീരാവി, ഇത് ഒരേ സാധനമാണ്, H2 ആണ്. അതിന്റെ വിന്യാസ ക്രമത്തിലുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ അതിന്റെ തെളിവൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ തെളിവ് ആവശ്യമുണ്ടോ? ഇനി ലക്ഷണം കണ്ട വാക്ക് നീ കടിച്ചു തൂങ്ങാതെ പ്ലീസ്. വിവരമില്ലാത്ത ഒരു ഗുണപ്പുറപ്പാണെന്തെങ്കിലും കരുതി നീ എന്നോട് ക്ഷമി. താങ്കളുടെ ഒരു തെറ്റിദ്ധാരണ ഇതായിരിക്കും, ഒരു പക്ഷേ കാണാൻ കഴിയാത്തതിൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് ഞാൻ കാണുന്നതിൽ വിശ്വസിക്കലല്ല എത്തീസം. കാണുന്നതിൽ നമ്മൾ വിശ്വസിക്കുകയില്ല. കാണുന്നതിൽ വിശ്വസിക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എത്തീസം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. രാവിലെ സൂര്യൻ ഉദിക്കുന്നു, കാണുന്നു. ഞാനതിൽ വിശ്വസിക്കുന്നില്ല സൂര്യൻ ഉദിക്കുകയാണെന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് ഭൂമി കറങ്ങുകയാണെന്നാണ്. ഇത് ജയന്റെ സിനിമ പോലെയല്ല, കരിവരുണ്ട ജീവിതങ്ങളെ. പലപ്പോഴും ഞാൻ എന്റെ മരിച്ചുപോയ അച്ഛനെ കാണാറുണ്ട്. രാത്രിയിലൊക്കെ അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് പോകും. ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അച്ഛൻ ജീവിച്ചിരിക്കുന്നു അർത്ഥമില്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ലൈക്ക് ഞാനേ കണ്ടോളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അതൊക്കെ ഇമാതിരിയുള്ള സിനിമകൾക്ക് പറ്റിയ ഡയലോഗാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ. നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായി, ആ മരുന്ന് കഴിച്ചപ്പോൾ എന്റെ രോഗം മാറി. അത് തെളിവല്ല സയൻസില്. ഒരു കൺവെൻഷന് പോയി പറയാം എനിക്ക് ഭയങ്കര ഘോരമായ ക്യാൻസർ ഉണ്ടായിരുന്നു, ഇപ്പം മാറിയിരിക്കുന്നു. ദാറ്റ് ഈസ് നോട്ട് സയൻസ്. അടുത്ത വണ്ടിക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് കരുതിയതാ. പിന്നെ സേതുവിനെ അമ്മയൊക്കെ ആലോചിച്ചപ്പോ അത് ചെയ്യാൻ മനസ്സ് വന്നില്ല. ഞാൻ ചോദിച്ചു വന്നതല്ല, ചോദിക്കാൻ അമ്മൂമ്മയുടെ ചോദ്യം. സാറിന് അസുഖം വന്നാൽ സാർ മരുന്ന് കഴിക്കില്ലേ? കഴിക്കും. സാറിന് അസുഖം വന്ന ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചാൽ അത് മാറും എന്നുള്ള സാറിന്റെ വിശ്വാസമല്ലേ? എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ സാറിന്റെ വൈഫ് നോക്കും എന്നുള്ളത് അത് സാറിന്റെ വിശ്വാസം. മക്കളെ എന്നും സാറിന്റെ കൂടെ കാണും, നീതി പുലർത്തും എന്നുള്ളത് സാറിന്റെ വിശ്വാസം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ആ കാളിദാസന്റെ ഉദാഹരണം പറയുന്നത് അത് സ്നേഹം കൊണ്ടാണ് ആ പെൺമാൻ ആൺമാനെ വിശ്വസിക്കുന്നത്. അത് നമ്മൾക്കിടയിലുണ്ട്, അത് ഭാര്യക്കിടയിലുണ്ട്, ഭർത്താവിനിടയിലുണ്ട്. അത് ഇതുമായിട്ട് ബന്ധിപ്പിക്കാനാണെങ്കിൽ ബന്ധിപ്പിക്കാം, എന്നല്ല. പക്ഷേ 2 different things. ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ വേറെ എന്താ വിളിക്കേണ്ടത്? വേണ്ട, ഞാൻ വരട്ടെ.